നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ശലഭം. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ശലഭം. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് സോനിപത്ത്, ഹരിയാന. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് സോനിപത്ത്, ഹരിയാന. കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനുള്ള പദ്ധതി സിയാൽ 2.0. കൊച്ചി എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനുള്ള പദ്ധതി സിയാൽ 2.0. എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോൻസിൻ ആങ്മോ. എവറസ്റ്റ് കീഴടക്കുന്ന കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ചോൻസിൻ ആങ്മോ ഹിമാചൽ പ്രദേശുകാരിയാണ്. 2027 വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആർ വെങ്കിട്ടരമണി. 2027 വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആർ വെങ്കിട്ടരമണി. 2025 ഗാലപ്പ് ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്ത് സിംഗപ്പൂർ. 2025 ഗാലപ്പ് ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്ത് സിംഗപ്പൂർ. ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് രാജീവ് വർമ്മ. ഡൽഹിയുടെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് രാജീവ് വർമ്മ. 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് 2025 പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ജിനാലി പ്രണബ് മോദി. UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് 2025 പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ജിനാലി പ്രണബ് മോദി. 500 മില്യൺ ആസ്തി നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി എലോൺ മസ്ക്. 500 ബില്യൺ ആസ്തി നേടുന്ന ലോകത്തിലെ ആദ്യ വ്യക്തി എലോൺ മസ്ക്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചവർ 3 പേരാണ്: ബ്രെൻകോ റൈച്ച്, ജെയിംസ് റാംസ്ഡെൽ, ഷിമോൺ സകാഗുച്ചി. 2025 വൈദ്യ